V4 V3 ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരു പ്രീമിയം സാധനം ഇരിക്കുന്നുണ്ടോ? ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ട് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് ക്വാളിറ്റി അത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. നമ്മൾ ചുമ്മാ ഡിസ്കൗണ്ട് എന്നും പറഞ്ഞ് കുറെ ക്വാളിറ്റി പറഞ്ഞ വണ്ടികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് റെയർ വണ്ടിയാട്ടോ, കിട്ടാനില്ലാത്തൊരു വണ്ടിയാണ്. 13,000 കിലോമീറ്റർ വണ്ടിയാണ്. 13,000 കിലോമീറ്റർ. എന്റെ വില കൊടുക്കും. ഡൂക്കിന് 9 കളക്ഷൻസ് ആണല്ലോ, എല്ലാം ഇരിക്കുന്നുണ്ടോ? ഒന്നിന് താഴെ. അപ്പൊ 1,00,000 താഴെ നല്ല ഡൂക്ക് ഇരിക്കുന്നുണ്ട്. അത് പറഞ്ഞ പോലെ ഞാൻ ഇത്ര ഷോറൂമിൽ പോയിട്ട് ആരും എന്നോട് ഇങ്ങനെ ജെനുവിനായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നല്ലൊരു അറിവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. അപ്പൊ ഇത് എൻഫീൽഡ് സെക്ഷൻ ആണ് മൊത്തം. എൻഫീൽഡ് സെക്ഷൻ ഇത് മാത്രമല്ല, നമ്മുടെ വേറെ കളക്ഷൻസ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് വണ്ടി അന്വേഷിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി വെച്ചാണ് 2017 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതൊക്കെ ഡിമാൻഡുള്ള വണ്ടിയാണ് കേട്ടോ. 57,000 രൂപ കേട്ടോ. 15,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ പുതിയൊരു യൂസ്ഡ് ബൈക്ക് ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നതാണ്. റോയൽ ഡീലർ എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നമ്മുടെ അപ്പോളോ ടയേഴ്സ് കഴിഞ്ഞ് ഏലൂര് പോണ റോഡുണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്. നിയർ ബൈ പാതിരാക്കോഴി റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണേർ റോഡാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രീമിയം മിഡ് പ്രീമിയം കാറ്റഗറി വണ്ടികളുടെ വമ്പൻ ശേഖരണമുണ്ട്. അപ്പോൾ പുതിയൊരു ഷോറൂം ആകുമ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ആകുമ്പോൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ നമുക്ക് അകത്തേട്ട് പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞാലോ? വരൂ. അകത്തേക്ക് പോകാൻ നേരത്ത് കയറുമ്പോൾ തന്നെ ഇഷ്ടം പോലെ RC ഇരിക്കുന്നുണ്ട്, RS ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്, ഇൻ്റർസെപ്റ്റർ ഇരിക്കുന്നുണ്ട്, ഇത് ഹാർലിയുടെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്, ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട്, V4 V3 ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരു പ്രീമിയം സാധനം ഇരിക്കുന്നുണ്ടോ? ഹാർലി. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ആളും ഇരിക്കുന്നുണ്ട്. ഹലോ, മേക്ക് ഓൺ ആക്കട്ടെ. ഓണല്ലേ? അപ്പോൾ സംഭവം ഇതാണ്. സൽമാൻ ബ്രോ, ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഉണ്ടോ ഇവിടുത്തെ നമ്മുടെ റോയൽ ഡീലറിലാണ്? ഇവിടുത്തെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. വേറെ ആരും ചെയ്തിട്ടില്ല അല്ലേ? ചെയ്തിട്ടില്ല. വേറെ ആരും ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. പുതിയൊരു ഷോറൂം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ തന്നെ പറയണമല്ലോ. പുതിയ ഷോറൂം അല്ല, പുതിയ ഷോറൂം അല്ല. ഞാൻ പുതിയ ഷോറൂം എന്ന് പറഞ്ഞാലും 8 വർഷമായിട്ട് മൂവാറ്റും ഉണ്ടായിരുന്ന ഷോറൂമാണ്. നേരെ അവിടെ നിന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് കളമശ്ശേരിക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ കളമശ്ശേരിയിൽ നമ്മുടെ ആവശ്യമുണ്ട്, എറണാകുളം ജില്ലയ്ക്ക് നമ്മുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. മൂവാറ്റുവേലായിരുന്നു ഏകദേശം 2 വർഷമായിട്ട് ഉണ്ടായത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു താരമാണിത് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് മാറി. അപ്പോൾ അവിടെ നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്ത് ഇങ്ങോട്ട്. കാരണം ഇപ്പോൾ കളമശ്ശേരിയിലാണല്ലോ കൂടുതലും സ്ഥാപനങ്ങൾ ഈ ഒരു സ്ഥലത്ത്. ഇവിടെ അത്യാവശ്യം വേറെ ഷോപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രീമിയം മിഡ് പ്രീമിയം കാറ്റഗറിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടയ്ക്ക് പറയാം. പിന്നെ പുതിയൊരു ഷോറൂം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എല്ലായിടത്തും നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടാറുണ്ട്. തീർച്ചയായും ഇവിടുന്ന് കിട്ടൂലേ? ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ട് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് ക്വാളിറ്റി അത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. നമ്മൾ ചുമ്മാ ഡിസ്കൗണ്ട് എന്നും പറഞ്ഞ് കുറെ ക്വാളിറ്റി പറഞ്ഞ വണ്ടികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ തന്നെയും നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. അത് കസ്റ്റമർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവന് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു വണ്ടി നമ്മളോട് ഇറക്കി വിടൂല. അതായത് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് വള്ളിയൊന്നും വരില്ല. നിങ്ങൾക്ക് 100% വിശ്വസിച്ചോടെ പേപ്പറിന്റെ കേസായാലും നമ്മൾ പക്കയായിട്ട് ഫോളോ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ഇത് തുടങ്ങാം. എന്നിട്ട് പുറത്തേക്ക് പോട്ടെ. പുറത്തെ വണ്ടിയെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് ഏതാ മോഡല്? ഇത് 2019 മോഡൽ വണ്ടിയാണ്. ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ആണ്. നമ്മുടെ വിലയ്ക്ക് ആവാത്തോണ്ട് അവര് നമുക്ക് കൂടുതൽ പാർക്ക് ആൻഡ് സെയിൽ തന്നേക്കുന്നതാണ്. 26,600 കിലോമീറ്റർ ഓണർഷിപ്പ് ABS വരുന്ന വണ്ടിയാണ്. നമുക്ക് 1,25,000 കൊടുക്കാം. വെറും 25,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. വെറും 25,000 ഡൗൺ പേയ്മെന്റ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. കിടിലം പീസ് വണ്ടിയാണ്. കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റ് കൂടുതൽ തോന്നിയേക്കാം. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം വിലയ്ക്ക് ആവാത്തോണ്ട് അവർ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിന് കൊടുത്തു തന്ന വണ്ടിയാണ്. അപ്പൊ അവര് ചോദിക്കുന്ന 1,25,000 എന്തിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻഷുറൻസ്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഏതെങ്കിലും വണ്ടി ഇതുപോലെ പാർക്കാൻ സെയിൽ ചെയ്യാനോ കൊണ്ടു വെക്കാം. അതുകൂടാതെ വിൽക്കാനും ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഡ്യൂക്ക് ഏതാ മോഡൽ? ഇത് 2023 ഡ്യൂക്ക് 250 ആണ്. Gen 3 വണ്ടിയാണ്. Gen 3 16,000 കിലോമീറ്റർ വണ്ടിയാണ്. നമുക്ക് 2,30,000 കൊടുക്കാവുന്ന വണ്ടിയാണ്. ഇത് ടയർ പുതിയ ഇട്ടേക്കുന്നതാണോ? പുതിയ ടയറാണ് ഇട്ടേക്കുന്നത്. സെറ്റപ്പ് സാധനം ഉണ്ട്. അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ മറ്റേ സാധനം ഇരിക്കുന്നുണ്ട്. ബാക്ക് ടയറും കുഴപ്പമൊന്നുമില്ല. റേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു 1,30,000 കൊടുക്കാം. 2,30,000. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഒരു 50-55 രൂപ അടച്ചാൽ ഒരു 50,000 ഡൗൺ പേയ്മെന്റ് കിടിലൻ ഡ്യൂക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത വീണ്ടും ഡ്യൂക്ക് 390 അല്ലേ? 390 ഏതാ മോഡല്? 2017 വണ്ടിയാണ്. ഒരു 2,15,000 കൊടുക്കാവുന്ന വണ്ടിയാണ്. 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു 50 ഡൗൺ പേയ്മെന്റ് ഇത് ഇറക്കി കൊടുക്കാം. 2,15,000 വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് 50 ഡൗൺ പേയ്മെന്റ് വരുന്നത്. അടുത്തത് ഒരു RC 390 ഇരിക്കണ്ടല്ലേ? 2015 മോഡൽ BS3. അത് റെയർ വണ്ടിയാട്ടോ, കിട്ടാനില്ലാത്തൊരു വണ്ടിയാണ്. ആണോ? കിട്ടുന്നില്ല. അതായത് കസ്റ്റമർ കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്.
ഇത് സീറ്റൊക്കെ സെറ്റപ്പ് ആക്കി ഉണ്ടല്ലോ. അത് കസ്റ്റമർ തന്നെ ചെയ്താണ്, നമ്മൾ ചെയ്തല്ല. അടിച്ചും സെറ്റ് ആക്കിയതാണ്. സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ. ബാക്കിൽ ഇരിക്കുമ്പോ മാത്രം ബാക്കിൽ പിന്നെ അല്ലെങ്കിലും ആ സീറ്റുകൊണ്ട് പുറകെ ഇരിക്കലൊരു പ്രശ്നമാണ്. ഒരു അനുഭവമൊന്നുമില്ല, എങ്ങനെയൊക്കെ നിങ്ങളുടെ റിസ്കിൽ ഇരിക്കേണ്ടി വരും. ഓക്കെ, ഇത് അപ്പൊ അത് പോട്ടെ, അത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് വണ്ടി ഇറക്കി പോയില്ലോ എങ്ങനെ. അപ്പൊ എന്റെ വില പറ. അത് നമുക്കൊരു 1,60,000 രൂപ കൊടുക്കാം. 1,60,000 കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫിനാൻസ് അവൈലബിൾ ആണല്ലോ? നമുക്ക് ഫിനാൻസ് വണ്ടിക്ക് കിട്ടും. ഒരു 60-70 അടച്ചാൽ 1 ഇയർ ഫിനാൻസിന്റെ ഇയർ ഏതോട്ട് വരുന്നത്? നമ്മൾ 2016 മേളിലേക്കുള്ള വണ്ടികൾക്കാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. 15 വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന് 1 ഇയർ കിട്ടുള്ളൂ. 2016 മോഡൽ വണ്ടിക്ക് 2 വർഷത്തെ ഫിനാൻസ്. നോർമലി ഒരു 20 മോഡലൊക്കെ ആണെങ്കിൽ 3 വർഷം, 4 വർഷം, 5 വർഷം. അത് കസ്റ്റമർക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ സൗകര്യം. നിങ്ങളുടെ എമൗണ്ട് EMI എത്ര വേണമെന്ന് വെച്ചിട്ട് നമുക്ക് ഫിനാൻസ് സെറ്റ് ആക്കുന്നതാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക് വേണം, പിന്നെ ലാൻഡ് ടാക്സ് വേണം. ഇതൊക്കെയാണ് വേണ്ടത്. ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റില്ല. ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ വിത്തൗട്ട് ചെയ്യാൻ പറ്റും. സാലറി പേയ്മെന്റ് കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരും. സാലറി ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രതീക്ഷിച്ച എമൗണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 80, 90, 120 വരെ നമുക്ക് ഫിനാൻസിൽ ലാൻഡ് ടാക്സിലാണ് കൊടുക്കാൻ പറ്റും. ഒരു 1,00,000 മേലെ വരുമ്പോഴാണ് ഇത്ര പ്രശ്നമുള്ളൂ. ചെറിയ എമൗണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ 1 ലാഖിന് താഴെയൊക്കെയാണെങ്കിൽ സ്പോട്ട് ഫിനാൻസും കൊടുക്കാം. നമുക്കൊരു ആധാർ കാർഡും പാൻ കാർഡും പാസ്ബുക്കും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ 1 മണിക്കൂറത്തെ പ്രൊസീജിയറും വണ്ടി ഇറക്കി കൊടുക്കാം. ചെറിയ പേപ്പർ വർക്ക് ചെയ്യാൻ 20-30 അടച്ചാൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അവിടുത്തെ MT ഇതൊരു പ്രത്യേക വണ്ടിയാണ്. MT ഇത് പ്രത്യേക വണ്ടി എന്ന് വെച്ചാൽ വെറും 2,600 കിലോമീറ്റർ ആയി വണ്ടി ഓടിയിട്ടുള്ളൂ. 2024 ഷോറൂമിൽ ഇറങ്ങുന്ന അതേ കണ്ടീഷനിലെ വണ്ടി നമുക്ക് ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. ആ ഷോറൂമിൽ നിന്ന് ഇറക്കണ്ട, നമുക്ക് റോയൽ ഡീലറിൽ നിന്ന് ഇറക്കാം. ഹെമഹയുടെ ഇറക്കണ്ട. വില പറഞ്ഞോ? ഇത് നമുക്കൊരു 1,85,000 രൂപ കൊടുക്കാം. ഒരു 30,000 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. 1,85,000 ആസ്കിങ് വരുന്നത്. അപ്പൊ വില എല്ലാം ആസ്കിങ് ആണ്. ചെറിയ രീതിയിൽ നമ്മൾ ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. എനിക്ക് ടേബിളിലൊക്കെ ഇരിക്കാം. ഓൺ ദ ടേബിൾ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യണ പോലെ ഇഷ്ടംപോലെ ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ സെറ്റ് ആക്കാം, കൈ കൊടുക്കാം. ഈ MT ഏതാ മോഡൽ? ഇത് 2020 വണ്ടിയാണ്. ഇതൊരു 32,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 1,32,000 രൂപ റേഞ്ചിന് കൊടുക്കാവുന്ന വണ്ടി. 32,000 കിലോമീറ്റർ ഓടിയ വണ്ടി 1,32,000 രൂപ. ഏകദേശം ആ ഒരു റേഞ്ച് 30 രൂപ മതിയാവില്ല ഡൗൺ പേയ്മെന്റ്? 30 രൂപ മതി. ബാക്കി ഒന്ന് ഫിനാൻസ് ചെയ്യാം. ഇതേതാ മോഡൽ? 2019 വണ്ടിയാണ്. ഇതും നമുക്കൊരു 1,22,000, 20,000 റേഞ്ചിന് കൊടുക്കാവുന്ന വണ്ടിയാണ്. 1,22,000, 1,20,000 ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇതും ഏകദേശം 20 രൂപ, 25 രൂപ, 30 രൂപയ്ക്ക് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഇത് V4 ആണോ? V4 ആണ്. V4 2 മോഡലുണ്ട്. ഇത് 2021 ആണ്. 21 മോഡൽ നോർമൽ എഡിഷൻ വണ്ടിയാണ്. ഇത് നമുക്കൊരു 1,37,000 രൂപ കൊടുക്കാം. 1,37,000 സ്പെഷ്യൽ ഓഫർ ആണെന്ന് പറഞ്ഞു. 37,000 രൂപ കൊടുക്കാം. മോഡൽ ഏതായിരുന്നു? 2021 മോഡലാണ്. ഇതും ഒരു 40 രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് ഏകദേശം വരുന്നതാണ്. 22 മോഡൽ V4 M ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നമുക്കൊരു 1,45 റേഞ്ചിന് കൊടുക്കാവുന്ന വണ്ടിയാണ്. 1,45 കൊടുക്കാൻ പറ്റും. അടുത്ത ഏതാ? 25 30 അടച്ചാൽ. ഇത് 2020 മോഡൽ V3 ആണ്. V3 ആണ്. ഓക്കെ, 2020 മോഡൽ. 20 മോഡൽ V3. ഇത് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അത് നമ്മൾ കസ്റ്റമർ തന്ന സമയത്തും അത്യാവശ്യം റേറ്റ് തന്നെ തന്നാണ്. കസ്റ്റമർ അങ്ങനെ വേണ്ടപ്പെട്ട ആളുടെ വണ്ടിയാണ്. വേണ്ടപ്പെട്ട ആളുടെ വണ്ടിയായതുകൊണ്ട് നമ്മൾ വേണ്ടപ്പെട്ട റേറ്റ് കൊടുത്തെടുത്ത വണ്ടിയാണ്. 1,30,000 രൂപ റേഞ്ചിനൊക്കെ കൊടുക്കാം. 1,30 കൊടുക്കാം അല്ലേ? ഏകദേശം 30 രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളൂ കേട്ടോ. വണ്ടിയാണ്. ഇതാണെങ്കിലോ V3? ഇത് V4. ഇത് 2023 ആണ്. 2023 1,52 റേഞ്ചിന് കൊടുക്കാം. 1,52 കൊടുക്കാം. വണ്ടിയുടെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ അല്ലേ? നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ മെക്കാനിക് തന്നെ ഉണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് മെക്കാനിക്കായിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം എടുക്കാറുള്ളൂ. പിന്നെ ചേസ് റീപ്ലേസ്മെന്റ് കേസിൽ നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞാൽ കൊടുക്കാറുള്ളൂ. ചേസ് മാറിയ വണ്ടിയാണ് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വണ്ടിയിൽ അങ്ങനെ നിലവിലൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കസ്റ്റമറോട് പറയും ചേസ് മാറിയ വണ്ടി നമ്മൾ അങ്ങനെ എടുക്കാറുമില്ല. നമുക്ക് ഈ ഫിനാൻസിന് വണ്ടി വരുന്നതിനകത്ത് 1-2 വണ്ടി ചിലപ്പോൾ വരാറുണ്ട്. നമ്മളത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അത് പറഞ്ഞു തന്നെ കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് ചേസ് മാറിയിട്ടില്ല എന്നും പറഞ്ഞ് അത് അങ്ങനെയാ ഇങ്ങനെയാന്ന് പൊലിപ്പിച്ചൊന്നും ഒരു വണ്ടി കൊടുക്കാറില്ല. പറഞ്ഞ കണ്ടീഷൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നെ ഉള്ള കണ്ടീഷൻസ് പറഞ്ഞു തന്നെ കൊടുക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 100% വിശ്വസ്തോടെ എടുക്കാൻ പറ്റിയ ഷോപ്പാണ്. ഏകദേശം 5 വർഷമൊക്കെ ഉണ്ടല്ലോ ഈ ഫീൽഡിൽ. 8 വർഷം 2017 സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്. 2017 ഏകദേശം കാണിച്ചേട്ടാ. അപ്പൊ ഷോപ്പ് ഏകദേശം മറ്റേ ഷോപ്പ് എത്ര ആളുണ്ടായിരുന്നു നമുക്ക്? അത് നമുക്ക് 2000 അതായത് ഷോറൂം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ചെയ്യണ പോലെ 1-2 വണ്ടികളൊക്കെ എടുത്ത് സെറ്റാക്കി ചെയ്തിട്ടാണ് എല്ലാവരും ഒരു ഷോറൂമിലേക്ക് എത്തുന്നത്. അങ്ങനത്തെ ആളായതുകൊണ്ട് സെറ്റപ്പിൽ തുടങ്ങി സെറ്റപ്പിലേക്ക് എത്തി. റെഗുലർ കസ്റ്റമർ ഉണ്ട്. നമുക്ക് വണ്ടി എടുക്കുന്ന നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമർ തന്നെ കെയർ ഓഫിൽ വന്ന് തന്നെ നമുക്ക് വണ്ടി എടുക്കുന്നു. അപ്പൊ നമുക്കൊരു ഷോറൂമിന്റെ വലിയൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ സെറ്റാക്കി ഒന്നുകൂടി സെറ്റാക്കി. അടുത്ത ഈ സെറ്റപ്പ് വണ്ടികൾ ഇരിക്കണ്ടല്ലോ, 4 ഇരിക്കണ്ടല്ലോ. 4 വണ്ടിയുണ്ട്. GT 650 ആണ്. 2019 മോഡൽ വണ്ടിയാണ്. രണ്ടും 16,000 കിലോമീറ്റർ, 11,000 കിലോമീറ്റർ. 11-16 ലോ കിലോമീറ്റർ വണ്ടികളാണ്. എന്ത് വില വരും? ഇതൊക്കെ 2,80 റേഞ്ചിനൊക്കെ വരാം. ഒരു 60-70 ഒക്കെ അടച്ച് നമുക്ക് വണ്ടി ഫിനാൻസ് ചെയ്യാം. ഈ വണ്ടിക്ക് നമ്മൾ എക്സോസ്റ്റ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് കേട്ടോ. എക്സോസ്റ്റ് ഉൾപ്പെടെയാണ്. എക്സോസ്റ്റിന്റെ വില നമ്മൾ ചോദിക്കില്ല കേട്ടോ.
കാര്യമല്ലോ. അത് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഏത് കസ്റ്റമറിനെ അറിയാം എന്റെ എക്സോസ്റ്റിന് എന്ത് വിലയുണ്ടെന്ന്. നമ്മളൊരു കസ്റ്റമർ GT കസ്റ്റമർ ഒക്കെ വിളിച്ച് എൻക്വയറി എടുക്കുമ്പോൾ തന്നെ നോർമലി നമ്മൾ ചോദിക്കുന്ന എക്സോസ്റ്റ് ഉണ്ടോന്നാണ്. അപ്പൊ നമ്മൾ വരുന്ന കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ ആ കണ്ടീഷൻ തന്നെ വരുന്ന കണ്ടീഷൻ തന്നെ നമ്മൾ കൊടുക്കും. എക്സോസ്റ്റ് മാറ്റി വെച്ചാൽ അല്ലാണ്ട് സെപ്പറേറ്റ് വിൽപ്പന ഒന്നുമില്ല. അപ്പൊ വണ്ടി നമുക്ക് കിട്ടുന്ന സെറ്റപ്പ് ആയിട്ട് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മ അതിനകത്ത് വാട്സ് മാറ്റി നോക്കി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. കോസ്റ്റ് അതായത് മാർക്കറ്റിൽ വാല്യൂ അതായത് വില വരുന്ന സ്പെയർ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് MBD പ്രശ്നമുള്ള സ്പെയർ ഉണ്ട്, അതായത് ഈ ബാക്കിൽ ഡെയിലി കട്ട് ചെയ്ത് അതൊന്നും നമ്മൾ ചെയ്യൂല. അതൊക്കെ നമ്മൾ പ്രോപ്പർലി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എത്ര വരും ഈ രണ്ടെണ്ണത്തിന്? ഒരു 60-70 അടച്ചാൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഈ വണ്ടിക്ക് ഇറക്കുമ്പോൾ ലാൻഡ് ടാക്സ് ഞാൻ പറഞ്ഞ പോലെ ഒന്നിന് വിലയൊക്കെ ആകുമ്പോൾ ലാൻഡ് ടാക്സ് വേണ്ടി വരും. എന്തായാലും വേണ്ടി വരും. ഇതാണ് ഇന്റർസെപ്റ്റർ ആണെങ്കിലോ 2020 ആണ്. 2020 18,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോൾ 2,65,000 റേഞ്ചിൽ കൊടുക്കാവുന്ന 2021 വണ്ടിയാണ്. 26,000-27,000 കിലോമീറ്റർ വണ്ടി. ഇത് വാറന്റി നിലവിലുള്ള വണ്ടിയാണ്. കസ്റ്റമർ വാറന്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞാലും നമുക്ക് ഈ തരുന്ന കസ്റ്റമർ നമുക്കെടുത്ത് വാറന്റി കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അതുപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞാൽ കൊടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക വാറന്റിയുടെ കേസ്. ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചേസ് നമ്പറിന്റെയും വണ്ടിയുടെ RC ബുക്കിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിച്ചാൽ തരും. അതായത് നേരെ ഷോറൂമിൽ ചെന്നാൽ ഹിസ്റ്ററി എടുക്കാൻ പറ്റും. ഹിസ്റ്ററി എടുത്തതിന് ശേഷം വാറന്റി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ കസ്റ്റമർ എന്താണോ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് സംഭവം. ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഇവിടെ കുറച്ച് സെറ്റപ്പ് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു സെറ്റപ്പ് സാധനം ഇരിക്കുന്നുണ്ടല്ലോ. 2021 മോഡല് 25,000 കിലോമീറ്റർ. സ്ക്രാച്ച് ഒന്നും ഇല്ല കേട്ടോ. അതാണ് ഞാൻ നോക്കിയായിരുന്നു സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമെന്ന് വേണ്ടിട്ട്. സ്ക്രാച്ച് ഒന്നും കാണാനില്ല. അപ്പൊ ഇതിന്റെ വില ഇത് 2,14,000 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. 2,14 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് വരുമെന്ന് നമുക്ക് വിചാരിക്കുന്നു. അത് 2 കിലോ സാധനം ഇരിക്കണ്ടല്ലോ. ഇത് ഹാർലി 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സ്ക്രീമിംഗിന്റെ എക്സോസ്റ്റ് വരുന്നുണ്ട്. 65 രൂപയോളം കോസ്റ്റ് വരുന്ന എക്സോസ്റ്റ് ആണ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത്. 65 രൂപയാണ് നമ്മുടെ ഒരു ഏകദേശം കണ്ടറിയാട്ടോ സെറ്റപ്പ് സാധനം ഉണ്ട്. നല്ല സൗണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല. ഇത് ഏത് ഒരു ഹാർലി എടുക്കുന്ന കസ്റ്റമർ ഉണ്ടെങ്കിലും ആദ്യം ചെയ്യുന്ന കുറെ ഫസ്റ്റ് ഇതാണ് ഈ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യാന്നുള്ള. അതിൽ ഈ എക്സോസ്റ്റിന്റെ സൗണ്ട് ചില ആൾക്കാരൊക്കെ വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ വില എന്ത് വരും? ഇത് 4,30,000. 2,00,000 രൂപ എന്ന് പറയുമ്പോൾ ഓടി വരരുത്. 4,30,000 രൂപയ്ക്ക് കൊടുക്കാവുന്ന വണ്ടിയാണ്. ഇതൊക്കെ നിർത്തിപ്പോയ മോഡലാണ്. ഏറ്റവും കൂടുതൽ ഒരു ഹാർലി എടുക്കാൻ വരുന്ന ഒരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് വണ്ടിയാണ്. ഇപ്പൊ ഒരു ഹാർലിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ 10 ലാഖിന് ആദ്യം ഇറങ്ങിയ സമയത്തായിരുന്നു ഒരു ചെറിയ ഹീറോയുടെ ഒരു എക്സ് പോലത്തെ ഒരു വണ്ടിയാണ്. അത് മാത്രമാണ് ഒരു 4,00,000 രൂപ റേഞ്ചിൽ വരുന്ന ഹാർലിയുടെ ഒരു വണ്ടി എന്ന് പറയാം. പക്ഷെ അതൊരു ഹാർലി കാറ്റഗറി പെടുത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു സെറ്റപ്പ് ആണ് വണ്ടി. വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും നോക്കാനില്ല. അപ്പൊ ഈ എക്സോസ്റ്റ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. അതും പിടിക്കുന്ന എക്സോസ്റ്റ് ആണ്. പിടിക്കൂല എന്ന് പറഞ്ഞ വണ്ടി കൊടുക്കൂല. MBD കണ്ടാൽ പിടിക്കുന്ന എക്സോസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതില്ലാണ്ട് ഈ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ തന്നെ അത്യാവശ്യം ഈ വക വണ്ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സൗണ്ട് ഒക്കെ എല്ലാവരും ആഗ്രഹിക്കും. വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഫൈനൊക്കെ കൊടുത്തതിന് ഓടിക്കുക. ഒരു ഗമയ്ക്ക് ഓടിക്കുമ്പോൾ ഫൈനൊക്കെ കൊടുത്താൽ അതായത് ഇപ്പൊ 4,00,000 രൂപ വണ്ടി എടുക്കാൻ വേണ്ടി എടുക്കുന്ന ആളെ കുറച്ച് രൂപ ഫൈനൊക്കെ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അമ്മ അങ്ങനെ പറയുന്നതല്ല. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരും. കാരണം നമുക്ക് ഇത് അറിയാൻ പറ്റില്ലോ. കാരണം MBD ഇപ്പൊ പല നിയമങ്ങള് ഇങ്ങനെ ഒരു ദിവസം ഒരു ഇത് പറയും. കഴിഞ്ഞ ദിവസം ഒരു ക്യാമറ ഫോണിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല നിയമം വന്നു. പക്ഷേ വൈകിട്ട് പല ആൾക്കാരും പറയുന്നത് ഈ വക സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടല്ലേ വാങ്ങുന്നതെന്ന് ചോദ്യമുണ്ട്. കാരണം ഇത് വിൽക്കണോണ്ടാണ് വാങ്ങുന്നത്. അതൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല. നിയമങ്ങൾ പലതരത്തിലാണ്. വിൽക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മളിത് കൂടുതൽ കാട് കയറി പറയാം. നമ്മളൊക്കെ വൈറലാവാൻ എന്നാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ വൈറലാവട്ടെ. ഇത് ഏതാ മോഡല്? 2017 വണ്ടിയാണ്. ABS വരുന്ന വണ്ടിയാണ്. അതും ABS വണ്ടിയാണ് കേട്ടോ. ABS വരുന്ന വണ്ടിയാണ്. എന്താ വില? ഇത് നോർമലി നമുക്കൊരു 3,75,000 രൂപ കൊടുക്കാവുന്ന 3,75,000 കൊടുക്കാൻ പറ്റൂല. ഇതൊരു 16,000 കിലോമീറ്റർ വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് എത്ര വരും ഇതിനൊക്കെ? ഇതിനൊക്കെ ഒരു 1,00,000 രൂപ എടുത്ത് ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. ലാൻഡ് ടാക്സ് മസ്റ്റ് ആയിട്ടും വേണം. അപ്പൊ അതാണ് സംഭവം. ഡോമിനോർ 400 ഇരിക്കുന്നുണ്ട്. 1, 2 അല്ലേ? ഡോമിനോർ ഇത് മാത്രമല്ല കേട്ടോ. നമ്മുടെ ഗ്രീൻ കളർ ഉണ്ട്, ബ്ലാക്ക് മാത്രമല്ല, ഗ്രീൻ ഇരിപ്പുണ്ട്. ഇത് 2018 വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാവുന്ന വണ്ടിയാണ്. 1,00,000 രൂപക്ക് ഡോമിനോർ 400 ഇരിക്കുന്നുണ്ടോ? ഈ 400 ഏതാ മോഡല്? 2022 മോഡൽ. 1,77,000 രൂപ. 1,77,000 രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. അപ്പൊ ഇതിനൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഒരു 50 രൂപ 40 രൂപയൊക്കെ അടച്ചാൽ അത് കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയതിനു ശേഷം മിനിമം ഒരു 50 രൂപ 40 രൂപയാണ് നമ്മൾ നോക്കുന്നത്. അതിന് പ്രൊഫൈലിനകത്ത് സിവിലയിൽ എന്തെങ്കിലും സ്കോറിൽ കുറവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡൗൺ പേയ്മെന്റ് കൂടുതൽ വേണ്ടി വരും. നമ്മൾ 40 രൂപ ഡൗൺ പേയ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ ദൂരെ നിന്നൊക്കെ കസ്റ്റമറും ചേട്ടാ 40 രൂപയ്ക്കല്ലേ പറഞ്ഞേക്കുന്നത്, ഇവിടെ വന്നതിന് ശേഷം കിട്ടിയില്ല. അത് നമ്മൾ ആരെയും പ്രശ്നമല്ല. അത് കസ്റ്റമർ വന്നതിന് ശേഷം അവന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് കൃത്യമായിട്ടുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് പറയാൻ പറ്റും.
അടുത്തത് ആണ്. അത് ക്ലീൻ പീസ് വണ്ടിയാണല്ലോ. 13,000 കിലോമീറ്റർ വണ്ടിയാണ്. 13,000 കിലോമീറ്റർ. എന്റെ വില കൊടുക്കും നമുക്ക് 1,62,000 റേഞ്ചിൽ കൊടുക്കാം. 1,62,000 ഡൗൺ പേയ്മെന്റ് അത് ഇറക്കി കൊടുക്കാം. ഓക്കെ, അടുത്ത 400 ആണെങ്കിൽ 2021 മോഡൽ വണ്ടിയാണ്. അത് നമുക്ക് ഒരു ഏകദേശം 26,000 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 26. നമുക്കതൊരു 1,68,000 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് വിചാരിക്കുന്നു. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അടുത്ത RS 200 ഇരിക്കുന്നല്ലോ. 2021 ആണ്. അതും 29,000 കിലോമീറ്റർ വണ്ടിയാണ്. 27,000 കൊടുക്കാം. 1,27,000. അന്ന് 27 എന്ന് പറയുമ്പോൾ ഇതും ഏകദേശം ഒരു 30-40 ബാക്കി ഒന്നും 2019 മോഡലാണ്. 16,000 കിലോമീറ്റർ വണ്ടി. വെറും 16,000 ഓടിയിട്ടില്ലല്ലോ. ഓടിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ഒരു കിറ്റ് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വണ്ടി ഇറക്കി ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. കാരണം BS4 അത്രയും ഒരു ടാപ്പ് ആൻഡ് നോയ്സ് നോർമലി ഒരു ബജാജിന് ഉള്ള വണ്ടി ഒരു പ്രൊഫഷൻ തന്നെയാണ്. വൈബ്രേഷൻ ഒന്നുമില്ല. നോയ്സ് ടാപ്പ് ആൻഡ് നോയ്സ് നോർമലി ഒരു ബജാജിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ ആ വണ്ടിക്ക് അതുപോലും ഇല്ല. അപ്പൊ പുതിയ വണ്ടിയുടെ വണ്ടി കൊടുക്കാൻ പറ്റും. റേറ്റും വരും കേട്ടോ. 1,10,000 വിലയും വരും കേട്ടോ. നമ്മളത് നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഒരു കസ്റ്റമർ കൊടുത്തു തന്നാൽ നമ്മൾ അതിന് അത്യാവശ്യം റേറ്റ് തന്നെ കൊടുത്ത് എടുക്കാറുള്ളൂ. നമ്മൾ കസ്റ്റമറെ ഒരിക്കലും പിണക്കി വിടൂല. നല്ല വണ്ടിയുടെ ഒരു കസ്റ്റമർ ഇവിടെ വന്നതിന് അത്യാവശ്യം നല്ല റേറ്റ് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ചെറിയ വർക്കുകൾ നോർമലി വലിയ വർക്കുള്ള വണ്ടി നമ്മൾ എടുക്കാറില്ല. കോൺസെപ്റ്റ്, ജെയിൻസ് പോക്കറ്റ്, ബ്രേക്ക് പാഡുകൾ അത്യാവശ്യം എഞ്ചിൻ സൈഡ് പ്രശ്നമുള്ള വണ്ടികൾ നമ്മൾ എടുക്കാറില്ല. വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല കസ്റ്റമർ ഒരു ക്വാളിറ്റി വണ്ടിയുടെ നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ നമ്മൾ അതിന് നല്ല റേറ്റ് തന്നെ കൊടുക്കും. ഒരു കസ്റ്റമറെ നമ്മൾ പിണക്കി വിടൂല. ക്വാളിറ്റി ആണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റിൽ അവർ പറയുന്നതിനൊക്കെ 2-3 കൂട്ടിയാൽ നമ്മൾ കൊടുക്കാറുണ്ട്. അത് വണ്ടി നമുക്കറിയാലോ. ഒരു കസ്റ്റമർക്ക് നല്ലൊരു വണ്ടി ഒരു കസ്റ്റമർക്ക് കൊടുത്തു കഴിയുമ്പോൾ നോർമലി അവന്റെ കെയർ അടുത്ത ആൾ വരും. അപ്പൊ മാക്സിമം വിലയിൽ ഇപ്പൊ നിങ്ങളുടെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റെവിടങ്ങളെ കിട്ടുന്ന വില നമുക്ക് കൊടുക്കാം. 2-3 കേസ് കൊടുക്കാം. ഇത് ഏതാ 400? 2018 തന്നെയാണ്. ഇത് നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാവുന്ന വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്തൊരു CBR അല്ലേ? CBR 250 ആണ്. ഇത് ഹൈപ്പർ ഷിഫ്റ്റ് അത് കളർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന പെയിന്റ് ആണ്. 3 ഷെയ്ഡ് കളറാ വരുന്നത്. 3 ഷെയ്ഡ് കളറാ വരുന്നത്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ നമുക്കൊരു 1,20,000 കൊടുക്കാവുന്ന വണ്ടിയാണ്. 2017 ഫിനാൻസ് കിട്ടോ? ഫിനാൻസ് കിട്ടും. അതിനൊരു 25-30 അടച്ചാൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം. അടുത്ത ഡൂക്കിന് 9 കളക്ഷൻസ് ആണല്ലോ. എല്ലാം ഇരിക്കുന്നുണ്ടോ? ഇത് 125 ആണോ? സ്റ്റിക്കർ കണ്ടിട്ട് ഞാനും 200 ആണെന്ന് വിചാരിക്കേണ്ട. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറ്റാറുണ്ട്. ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കും 200 എന്നൊക്കെ. BS4 മോഡല് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 27,000 കിലോമീറ്റർ വണ്ടിയാണ്. അപ്പോ ഇതിന് നമുക്ക് ചോദിക്കുന്ന റേറ്റ് 1,02,000 രൂപ റേഞ്ച്. അത് താഴെ കൊടുക്കാം. ഒന്നിന് താഴെ. അപ്പൊ 1,00,000 താഴെ നല്ല ഡൂക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ KTMന്റെ വണ്ടി നോർമലി നമ്മൾ BS4 വണ്ടി വിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പഴയ മോഡൽ വണ്ടിക്ക് ആകുമ്പോൾ മീറ്റർ ഡാമേജ് കൂടുതലും വരുന്ന ഒരു സെക്ഷനാണ്. ഡ്യൂക്കിന്റെ പഴയ മോഡൽ ഡ്യൂക്ക് 2 മീറ്റർ എപ്പോഴും അപ്പൊ നമ്മൾ കിലോമീറ്ററിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ജെനുവിൻ കിലോമീറ്റർ പറയാൻ പറ്റില്ല. അത് നോർമലി അത് നമുക്കും പറയാൻ പറ്റില്ല, തരുന്ന കസ്റ്റമർക്കും. ചിലപ്പോൾ അവൻ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് എടുക്കുന്ന മിക്കിന്റെ മീറ്റർ മാറി വരുന്നത്. അപ്പൊ KTMന്റെ വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഒരു നമുക്ക് ബോധ്യമുള്ള വണ്ടികൾ മാത്രം നമ്മൾ കിലോമീറ്റർ ജെനുവിൻ പറയുള്ളൂ. അല്ലാത്ത വണ്ടികൾ നമ്മൾ കസ്റ്റമർ തന്നെ ഹിസ്റ്ററി എടുത്തതിന് ശേഷം മാത്രം എടുക്കാവൂ എന്ന് പറയും. കാരണം മിക്കതിന്റെ കിലോമീറ്റർ KTMന്റെ വണ്ടികൾ മീറ്റർ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മിക്കതിന്റെ മീറ്ററുകളെല്ലാം റീപ്ലേസ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കിലോമീറ്ററിൽ നമുക്ക് എന്താണ് നമ്മൾ ഇതിൽ വരുന്ന കിലോമീറ്റർ ആണ് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വന്ന് കസ്റ്റമർ വന്നാലും അതിന്റെ കിലോമീറ്റർ ജെനുവിനിറ്റി നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. നാളെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചേട്ടാ ആ കിലോമീറ്ററിൽ ആലോ തന്നേനും പറഞ്ഞ് നമ്മുടെ ഇതിനകത്തേക്ക് വരരുത്. അത് മിക്കതിന്റെ നമ്മളെന്നല്ല ഒരു ഡീലറും പറയാറില്ല. അത് ഞാൻ പറയാറില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോ 8 വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ KTMന്റെ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട്. അത് 23 ശേഷം ഉള്ള വണ്ടികൾക്കാണ് നമുക്ക് പ്രത്യേകം പറയാം. പഴയ വണ്ടികൾക്ക് ഒരിക്കലും നമ്മൾ പറയില്ല. വന്നാൽ വണ്ടിയുടെ എഞ്ചിൻ സൈഡും ചേസ് റീപ്ലേസ്മെന്റും അത് നമ്മൾ രണ്ടിനും ഗ്യാരണ്ടി കൊടുക്കും. അപ്പൊ ആള് പറഞ്ഞ പോലെ ഞാൻ ഇത്ര ഷോറൂമിൽ പോയിട്ട് ആരും എന്നോട് ഇങ്ങനെ ജെനുവിനായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നല്ലൊരു അറിവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. പഴയ മോഡല് 16, 15, 14 വണ്ടികൾ വരുമ്പോഴൊന്നും മീറ്റർ ഇല്ലാണ്ടൊക്കെ തന്നെ നമ്മുടെ അടുത്തും വരുന്നത്. നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതിന്റെ മീറ്റർ എന്തൊക്കെയാണോ ആ വണ്ടിക്ക് ഷോറൂമിൽ ഇറക്കുന്ന അതേ കണ്ടീഷനിൽ നമ്മൾ കൊടുക്കാറ്. അപ്പൊ മീറ്റർ നമുക്ക് ഏത് കിലോമീറ്ററിലാണോ മീറ്റർ കിട്ടുന്നത് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ കൊടുക്കും. അത് കസ്റ്റമർ പറയാറുണ്ട് കേട്ടോ, പറയാണ്ടൊന്നും കൊടുക്കാറില്ല. ശരി. അപ്പൊ മീറ്ററിന്റെ കാര്യം പറഞ്ഞാൽ കുറെ അങ്ങോട്ട് മീറ്റർ അടിച്ച് പോകണ്ട. അപ്പൊ ഇത് ഏതാ മോഡല്? ഇത് 2017 മോഡലാണ്. ഇത് 1,36,000 ഇത് 200 ആണ്. BS4 മോഡൽ 200. അപ്പൊ ഇതിന്റെ വില
1,37,000 രൂപ. 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,45,000 രൂപ. ഈ മോഡലൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള മോഡലാണ്. റേറ്റ് കൊടുത്ത് തന്നെ എടുക്കുന്ന കേട്ടോ. ഡ്യൂക്ക് 390 ആണ്. 24,000 കിലോമീറ്റർ വണ്ടിയാണ്. 24,000 കിലോമീറ്റർ. 2,65,000 രൂപ കൊടുക്കാം. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മൾ കൂടുതലും ഫസ്റ്റ് സെക്കൻഡ് ആണ്. ഫസ്റ്റ് സെക്കൻഡ് അതിന് മേലെ നമ്മൾ ചെയ്യാറില്ല. ഓക്കെ, ഈ വണ്ടി ഏതാ? 4,000 കിലോമീറ്റർ ഓടിയ 2024 ഡ്യൂക്ക് 200 ആണ്. വെറും 4,000 കിലോമീറ്റർ ഉണ്ടോ? അപ്പൊ ഓടിയിട്ടില്ല. അത് ഷോറൂമിൽ നിന്ന് നമ്മൾ 2,500 കിലോമീറ്റർ MT പോലെ തന്നെ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ഓട്ടോ അല്ല. ഇത് നമുക്കൊരു 2 ലക്ഷം രൂപ റേഞ്ചിൽ 2 ലക്ഷത്തിന് താഴെ കൊടുക്കാം. 2 ലക്ഷത്തിൽ താഴെയും കൊടുക്കാം. ഗൈസ്, അപ്പൊ 2 ലക്ഷത്തിൽ താഴെ 2024 മോഡല് വെറും 4,000 കിലോമീറ്ററോടെ വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏതാ വണ്ടി? ഇത് 2021 സിംഗിൾ ഓണർഷിപ്പ് 20,000 കിലോമീറ്റർ വണ്ടി. 20,000 കിലോമീറ്റർ. 1,63,000 രൂപ. 1,63,000 രൂപയാണ് അതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ വീണ്ടും 2020 മോഡലാണ്. ഇത് പറഞ്ഞാല് മീറ്റർ ഇതേതാ ഡ്യൂക്കിന്? 390 അല്ലല്ലോ. 2020 മോഡൽ ഡ്യൂക്ക് 200 ആണ്. ഓക്കെ, 200 ആണ്. സോറി, ഡ്യൂക്ക് 250 ആണ്. ഇത് നമുക്കൊരു ഇതിന്റെ മീറ്റർ റീപ്ലേസ് ഉണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് ഒരു കസ്റ്റമർ മീറ്റർ റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്ന വണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അല്ല, നമ്മൾ ഹിസ്റ്ററി എടുക്കൂലോ. ഇത് നമുക്കൊരു 1,85,000 രൂപ അതിൽ താഴെ കൊടുക്കാം. 1,85,000 രൂപയോ അതിൽ താഴെയോ കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഡ്യൂക്ക് 14,000 കിലോമീറ്റർ ഡ്യൂക്ക് 50 ആണ്. 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ. അത് കിലോമീറ്ററിന്റെ കേസിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് തന്നെ എടുത്ത വണ്ടിയാണ്. എന്ത് വില? ഇത് നമുക്കൊരു 1,89,000 രൂപ റേഞ്ചിന് കൊടുക്കാം. 1,89,000 രൂപയാണ് വരുന്നത്. അപ്പൊ ഇതിനും ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ 50, 60, 55, 60 മിക്ക ഫിനാൻസ് കമ്പനിക്കാരും ഇത് പറഞ്ഞ മാതിരി ലോൺ എമൗണ്ടിൽ കുറവുണ്ട്. കാരണം KTM ഉള്ളിൽ കുറവായിരിക്കും. മിക്കവർക്കും ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിലാണ് KTM വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഫിനാൻസ് കിട്ടുന്നത് റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾക്കാണ്. ഇപ്പൊ എംഹയുടെ വണ്ടിക്കും 25-30 ഇറക്കാം. എൻഫീൽഡിന്റെ വണ്ടികളും 25-30 ഇറക്കാം. പക്ഷെ KTM സെക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് നിർബന്ധമായിട്ടും അത്ര ലോൺ വരുന്നത്. അപ്പൊ ഇത് ഏതാ മോഡല്? ഇത് 2021 ആണ്. 21 22 ഇതിന്റെ കറക്റ്റ് മോഡൽ 22 മോഡൽ. ഇത് 2,70,000 റേഞ്ചിന് കൊടുക്കാവുന്നുണ്ട്. 2,70,000 രൂപ വരുന്നത്. അടുത്ത 100 ഉണ്ടല്ലേ? ഇത് 2023 ആണ്. ഇത് 10,000 കിലോമീറ്റർ. 2023 10,000 കിലോമീറ്റർ. നല്ല കളറാണ് കേട്ടോ. ഇത് 2 ഷെയ്ഡ് വരുന്ന കളറാണ്. ആ മോഡൽ അത്യാവശ്യം ഡിമാൻഡുള്ള കളറായിരുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് വേരിയന്റ് വരുന്നുണ്ട്. അലോവിയിൽ ഇല്ലാത്ത വേരിയന്റും അലോവിയിൽ ഉള്ള വേരിയന്റും വരുന്നത്. അലോവിയിലുള്ള വേരിയന്റ് ആണ്. 10,000 കിലോമീറ്റർ 1,55,000 രൂപ റേഞ്ചിന് കൊടുക്കാം. 55 ഇതിൽ കുറയോ? ഇതൊക്കെ നമ്മൾ ഈ കിലോമീറ്റർ ഒരു വാല്യൂ വെച്ചിട്ട് റേറ്റ് കുറഞ്ഞ എടുക്കുന്ന വണ്ടികളാണ്. കൊടുക്കാം 1,40,000 കൊടുക്കാം. 1,45 ഇരിക്കുന്നുണ്ട്. 23 മോഡൽ 100 അങ്ങനെ 1,45 കിട്ടാറില്ല എന്നുണ്ട്. അടുത്തത് ജാവ 2019 ആണ്. ഇത് 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരും. 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിട്ടാം. അതൊക്കെ 1 ലക്ഷം രൂപ റേഞ്ചിന് വരും. 1 ലക്ഷം രൂപ താഴെ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. സ്ക്രാം ഉണ്ട്. ഇത് എൻഫീൽഡ് സെക്ഷൻ ആണ് മൊത്തം. എൻഫീൽഡ് സെക്ഷൻ ഇത് മാത്രമല്ല, നമ്മുടെ വേറെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. നമുക്ക് വെക്കാൻ പറ്റുന്ന മാത്രമല്ല, കസ്റ്റമർ ഷോറൂമിലേക്ക് ഫ്രീ ആയിട്ട് നിൽക്കണമല്ലോ. നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് നമ്മളിപ്പോ മാക്സിമം കപ്പാസിറ്റി വെച്ചിട്ടുള്ളൂ. ഇനി വണ്ടികൾ വരാനുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് പറഞ്ഞോ? സ്ക്രാമിന്റെ 2022 മോഡൽ സ്ക്രാം ആണ്. 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതൊക്കെ 1,90,000 റേഞ്ചിന് കൊടുക്കാം. 1,90,000 കൊടുക്കാം. വാറന്റി ഷോറൂമിലുള്ള വണ്ടികളാണ്. ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വാറന്റി ഉണ്ടെന്ന് നിലവിൽ വാറന്റി ഉണ്ട്. 2027 വരെ വാറന്റി കാണണം. അതൊക്കെ വാറന്റി ഉള്ള വണ്ടികളാണ്. ചെക്ക് ചെയ്യുക, വാറന്റി കൺഫേം ചെയ്യാം, നിങ്ങൾക്ക് എടുക്കാം. ഈ സ്ക്രാം ആണെങ്കിലോ അത് 2022 സെയിം തന്നെ 26,000 കിലോമീറ്റർ വണ്ടിയാണ്. 1,92,000 റേഞ്ച്. അടുത്ത ഹിമാലയൻ 2020 ഹിമാലയന്റെ കേസ് പറയുമ്പോൾ റേറ്റ് കൂടുതലാന്ന് നിങ്ങൾ പറയും. പക്ഷെ നമുക്ക് തന്നെ വണ്ടി കിട്ടാൻ തന്നെ ഇല്ല. കാരണം ഹിമാലയൻ അത്യാവശ്യം ഇപ്പൊ നിലവിലെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഹിമാലയനാണ്. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഷോറൂം തുടങ്ങിയിട്ടായാലും നമ്മൾ ഇവിടെ വന്നതിന് മുന്നേ ആയാലും ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന ഹിമാലയനാണ്. 2020 വണ്ടിയാണ്. ഒരു 32,000-33,000 കിലോമീറ്റർ വണ്ടിയാണ്. 1,90,000 റേഞ്ച് വരും. അത് വില കൂടുതലാണ്, വേറെ ഒന്നുമല്ല. ഹിമാലയൻ ഇപ്പൊ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. ഈ ഡിമാൻഡ് കുറഞ്ഞ നമ്മൾ വണ്ടിയുടെ ഡിമാൻഡും കുറയ്ക്കും. ഇത് ഏതാ മോഡൽ? 2018 ABS വണ്ടിയാണ്. ഇത് 1.5 റേഞ്ചിന് കൊടുക്കാവുന്ന വണ്ടിയാണ്. 2018 നല്ല കളറാണ്, മഞ്ഞ കളർ. കസ്റ്റം ചെയ്തേക്കുന്നതാണ്. 1 ലക്ഷം രൂപ റേഞ്ചിന് കൊടുക്കാം. 1 ലക്ഷം രൂപ 350X ഒക്കെ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. പൊതുവെ യൂസ്ഡ് ബൈക്ക് ഷോറൂമിലൊന്നും കാണാറില്ല. അടുത്ത 2 സെറ്റപ്പ് സാധനം ഇരിക്കണ്ടല്ലോ. 2022 മോഡല് ക്ലാസിക് റീബോൺ. എന്ത് വില? ഇത് 2 ലക്ഷം രൂപ താഴെ കൊടുക്കാവുന്ന വണ്ടിയാണ്. വണ്ടിക്ക് 2,94,000 നിലവിൽ ബിൽ എമൗണ്ട് ഉണ്ട്. ഫുൾ വേരിയന്റ് ആണ്. ഇത് ഏതാ മോഡല്? 2022 കിലോമീറ്റർ ഏകദേശം 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്ലീൻ പീസ് വണ്ടിയാണ്. ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. 23 വണ്ടിയാണ്.
ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. 22,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡ്യുവൽ ഡിസ്ക് ABS വരുന്ന വണ്ടി, ഡ്യുവൽ ഡിസ്ക് അല്ല ഡ്യുവൽ ചാനൽ ABS വരുന്നതാണ്. എല്ലാം ഉണ്ട്. നമുക്ക് 1,65,000 രൂപ റേഞ്ചിന് കൊടുക്കാം. 65 കൊടുക്കാം. ഇതും ഏകദേശം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് വിചാരിക്കുന്നു. 40 രൂപ മതി. ലാൻഡ് ടാക്സ് വേണ്ടി വരും ചിലപ്പോൾ, ഇത്ര എമൗണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ. ഇത് നമുക്ക് സർവീസ് ചെയ്തോണ്ടിരിക്കുന്നു. ഇത് ഏതാ മോഡല്? ഇത് 2018 മോഡൽ NS ആണ്. 18 മോഡൽ NS അല്ലേ? എന്ത് വില കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 78 രൂപ റേഞ്ചിന് കൊടുക്കാം. 78 രൂപ കൊടുക്കാം. ചെറുതായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കാം. 25 രൂപ 20 രൂപ ഉണ്ടെങ്കിൽ ഏത് കസ്റ്റമർ ഇറക്കിക്കൊണ്ട് പോവാം. എക്സ്പൾസ് 21 മോഡൽ 1,05,000 രൂപ. 21 മോഡൽ 1,05,000 രൂപ. എക്സ്പൾസ് മോഡൽ 2019 മോഡലാണ്. 92,000 വരുന്നത്. ഇത് 4V ആണോ? ഇതും 4V ആണ്. 2022 മോഡൽ. ഒരെണ്ണം കൂടെ ഉണ്ട് 4V പുറത്തിരിക്കുന്നുണ്ട്. ഇത് 2022 1,20 റേഞ്ചിന് കൊടുക്കാം. 1,20,000 രൂപ. റാലി മോഡൽ ആക്കി ഏകദേശം ഒരു 25-30 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. 2022 മോഡൽ. 2022 മോഡൽ നമുക്ക് 1 ലക്ഷം രൂപ റേഞ്ചിന് കൊടുക്കാം. വെറും 1 ലക്ഷം രൂപക്ക് കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. ഈ NS ആണെങ്കിലോ 2018 തന്നെയാണ്. 78 രൂപ നോർമൽ. NSന്റെ വില വേരിയന്റ് പല മോഡലും, അതായത് വണ്ടി മാറി വിലയില് വേരിയന്റ് ഒന്നുമില്ല. ഏകദേശം 78 രൂപയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടല്ലോ, അത് സൂപ്പർലോ ഹാർലിയുടെ. അത് ഒറ്റയ്ക്ക് ഇരിക്കണം അവിടെ. അത് കുറച്ച് സ്പെഷ്യൽ വണ്ടിയാണ്. ഇതാണ് വരെ ഇൻസ്റ്റാഗ്രാം പേജ്, ഇതല്ലേ RD ബൈക്സ്. നമ്മുടെ പേജ് RD ബൈക്സ് ആണ്, ഫേസ്ബുക്ക് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാത്തിനും ഡീറ്റെയിൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നേരെ പേജിലേക്ക് ഇരിക്കാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ നമ്പർ ഉണ്ട്. നമ്പറിൽ വാട്സപ്പിൽ ആഡ് ചെയ്താൽ നമ്മുടെ കാറ്റലോഗ് ഓപ്പൺ ആയിട്ട് വരും. അതിനാണ് ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന വണ്ടികൾ ഏതെങ്കിലും സെയിൽ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്ക്. ഇത് 2013 മോഡൽ വണ്ടിയാണ്. നിലവിൽ നിർത്തിയ മോഡലാണ്. ഏകദേശം മാർക്കറ്റിൽ വണ്ടി ഒന്നും കിട്ടാനില്ല. കാരണം ഇതിന്റെ കസ്റ്റമറൊക്കെ അന്വേഷിച്ചിടുന്ന തന്നെ 1-2 വണ്ടിയൊക്കെ ചിലപ്പോൾ OLX മാർക്കറ്റിലേക്ക് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമുക്കൊരു 3,75,000 റേഞ്ചിൽ കൊടുക്കാവുന്ന വണ്ടിയാണ്. കസ്റ്റമറുടെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. 3,75,000 വരുന്നത്. അപ്പൊ ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണോ? ഈ മോഡലിന് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം 13 മോഡലാണ്. അപ്പൊ ഫിനാൻസ് കിട്ടില്ല. 3,75,000 ആസ്കിങ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഫിനാൻസ് അങ്ങനെ വേണ്ട. ഇതൊക്കെ എടുക്കാൻ കസ്റ്റമറിന് അറിയാം. 13 മോഡലാണ്, റെയർ വണ്ടികളാണ്. അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടി മിക്കതും റെഡി പേയ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഇന്ന് രാവിലെ ഇവിടെ എൻക്വയറി വന്നോളൂ. എൻക്വയറി 2-3 നിൽക്കുന്നുണ്ട്. അപ്പൊ പുറത്ത് പോകുമ്പോ കുറച്ച് RCയുടെ വമ്പൻ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇൻട്രോ പറഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇത് 2019 മോഡലാണ്. 18,000 കിലോമീറ്റർ വണ്ടി കൂടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ. ഇത് 1,42,000 റേഞ്ചിൽ കൊടുക്കാം. 1,42,000 രൂപയാണ്. ഏകദേശം 40 രൂപ ഡൗൺ പേയ്മെന്റ്. 40 രൂപ നമുക്ക് ഇവിടെ ഒറ്റക്കൊരു സാധനം ഇരിക്കണ്ടല്ലോ. ഇത് യമഹയുടെ തന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് 150cc സ്കൂട്ടേഴ്സ് ഒന്നും നമുക്ക് സ്കൂട്ടേഴ്സിന് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഷോറൂമില് നിലവിൽ അത് പ്രത്യേകം പറയാം. നമ്മുടെ ഷോറൂമില് നിലവിൽ സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ഇല്ല എന്ന് വെച്ചിട്ട് സ്കൂട്ടേഴ്സ് എടുക്കാൻ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിരാശപ്പെടേണ്ട. നമ്മുടെ തന്നെ ഷോറൂം തൊട്ടടുത്ത് തന്നെയുണ്ട്. 550 മെട്രോ പില്ലറിന്റെ നമ്മുടെ ബൈക്ക് മാർട്ട് നമ്മുടെ ഷോപ്പ് ഉണ്ട്. ജസ്റ്റ് അവിടെ ചെന്നാൽ മതി. അതായത് ഒരു കസ്റ്റമർ വിളിച്ചാൽ ഏത് ടൈപ്പ് വണ്ടിയും നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആള് പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് സ്കൂട്ടേഴ്സ് ഇല്ല. അപ്പൊ നമ്മുടെ വേറെ ഷോറൂം ഉണ്ട്, സഹോദര സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര? എയറോക്സിന് ഇത് 1,25,000 രൂപ. 1,25,000 കൊടുക്കാൻ പറ്റും. അടുത്തത് RC ഏതൊക്കെ മോഡൽ ഇരിക്കുന്നുണ്ട്? ഓടിച്ചിട്ടാണ് RC 2015 1,27 നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. 1,27 അത് 390 ആണ് കേട്ടോ. RC 390 21,000 കിലോമീറ്റർ ഓടിയ 2017 മോഡലാണ്. അത് റയർ വണ്ടിയാണ്. BS4 മോഡലൊന്നും കിട്ടാനില്ല. നിലവിലെ ഉള്ള കസ്റ്റമേഴ്സ് കൊടുക്കാറുമില്ല. അതൊക്കെ വരുമ്പോ നമുക്കൊരു 2,30,000 റേഞ്ചിന് കൊടുക്കാം. 125 ആണ് 2019 മോഡല്. അത് 1,15,000 റേഞ്ചിന് കൊടുക്കാം. ഡോക്ടർ യൂസ്ഡ് എന്ത് വില വരും? ഡോക്ടർ യൂസ്ഡ് വണ്ടി ഡോക്ടർ യൂസ് സ്റ്റിക്കർ അല്ലാതെ ഡോക്ടർ യൂസ്ഡ് ഡോക്ടർ യൂസ്ഡ് RC ഏതാ മോഡൽ? 2016 സിംഗിൾ ഓണർഷിപ്പ് 150 രൂപ. അതായത് RC ഏതാ? 2016 200 ആണ്. 1,40,000 റേഞ്ചിന് കൊടുക്കാം. 1,40,000 ഡോക്ടർ വണ്ടി. അടുത്തത് 19 മോഡലാണ്. ABS വരുന്ന വണ്ടിയാണ്. ഇത് BS4 കിട്ടാനില്ലാത്ത വണ്ടിയാണ്. ABS വണ്ടി. ഇത് 1,72,000 73,000 റേഞ്ചിന് കൊടുക്കാം. വീണ്ടും ഒരു RC. അത് BS3 മോഡൽ വണ്ടിയാണ്. 2016 1,39 റേഞ്ചിന് കൊടുക്കാം. അപ്പൊ അടുത്ത NS-ലേക്ക് പോവാം. NS ഒക്കെ വരുമ്പോ 2018 വണ്ടി 78 രൂപ. നമ്മൾ പറഞ്ഞായിരുന്നു വേരിയന്റും മോഡലും വണ്ടിയുടെ കളർ മാറിയെന്ന് വെച്ച് വിലയിൽ മാറ്റം വില കുഴപ്പമൊന്നുമില്ല. 78,000 രൂപയ്ക്ക് NS കിട്ടുന്നതാണ്. ഈ NS ആണ് 21 മോഡൽ 1,17. പിന്നെ ചെറിയ ബഡ്ജറ്റ് വണ്ടി അന്വേഷിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി വെച്ചാണ് 2017 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 57,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് മിഡ്ഷിപ്പ് ഇതൊക്കെ ഡിമാൻഡുള്ള വണ്ടിയാണ് കേട്ടോ. 57,000 രൂപ 15,000 ഡൗൺ പേയ്മെന്റ് ഇതാക്കി കൊണ്ടുപോകാം. 2020 മോഡലാണ്. 65,000 രൂപ കൊടുക്കാം. 250 ആണ്. 1,18 റേഞ്ചിന് കൊടുക്കുക.
250 cc 22 മോഡൽ വണ്ടി. 22 മോഡൽ റേറ്റ് വളരെ കുറവാണ്. കൂടുതൽ റേറ്റ് വരും. കൂടുതൽ റേറ്റ് വരും. നമ്മൾ സ്പെഷ്യൽ ഓഫറിലാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. RS 2017 വണ്ടികളൊക്കെ 85 രൂപ 87 റേഞ്ചിന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വെറും 85,000 രൂപ കൊടുക്കട്ടെ. RS ഇതൊക്കെ 25 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കിക്കൊണ്ട് കൂട്ടാം. ഈ RS ഇതേതാ മോഡല്? 2017 മോഡൽ. ഓക്കെ, ഇവിടെ ഒരു 3 വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ നമുക്ക്. നമ്മുടെ തന്നെ വണ്ടിയാണ്. നമ്മൾ ഈ 3 വണ്ടി ഇവിടെ അല്ല, പുറത്തുകൊണ്ട് വണ്ടികള്. ഈ വണ്ടി എന്ത് വില കൊടുക്കും? ഇത് 22 മോഡൽ 4V ആണ്. നമുക്ക് 1,19,000 റേഞ്ചിന് കൊടുക്കാം. 19 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതും ഡോമിനാർ 400. നമ്മുടെ പച്ചത്തത്ത. ഇതല്ല, ഇനി വേറെ ഉണ്ട്. ഈ പച്ചത്തത്തൊക്കെ എന്ത് വില? ഇത് നമുക്കൊരു 1,72,000 റേഞ്ചിന് കൊടുക്കാം. കുറച്ച് വില കൂടുതലുണ്ടാവും, ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഇച്ചിരി വില കൂടുതൽ. വില കൂടുതലുള്ള വില കൂടുതൽ പറയുന്നുണ്ട്. എനിക്ക് കമന്റ് ഇടാൻ നിൽക്കണ്ട. ഈ RC ഇത് 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 160 കൊടുക്കാവുന്ന വണ്ടിയാണ്. 200 അല്ലേ? 200 തന്നെ. 160 കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും വണ്ടിയുടെ വിശേഷങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. റോയൽ ഡീലർ അല്ലേ? അതെ. ബൈ ആൻഡ് സെല്ല്, എക്സ്ചേഞ്ച്, പാർക്ക് ആൻഡ് സെല്ല്, ലോണ് നമുക്ക് ഏതൊക്കെ കൊടുക്കുന്നുണ്ട്? നമ്മൾ IDFC ഉണ്ട്, വീൽസ് ഉണ്ട്, ടെർബോ ഉണ്ട്, മലങ്കര ഉണ്ട്, പ്രൈഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഏകദേശം എല്ലാവരായിട്ട് നമ്മൾ ഡീൽ ഉണ്ട്. അപ്പൊ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പ്രൂഫ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വണ്ടി ഫിനാൻസ് സെറ്റ് ആയി കൊടുക്കുന്നതാണ്. ഫിനാൻസ് സെറ്റ് കൊടുക്കുന്നത്. അപ്പൊ ചെറിയ രീതിയിൽ സിവിൽ സ്കോർ പ്രശ്നമുള്ളവർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സിവിലിന് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് വലിയ വണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. 1,20,000 രൂപ വരെ നമുക്ക് മാക്സിമം 1,20,000 1,30,000 വരെ വിത്തൗട്ട് സിവിലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ ചോദിക്കാനുള്ളത്, നമുക്ക് ഇപ്പൊ ഡെലിവറി ഓപ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഡെലിവറി ഓപ്ഷൻ ഉണ്ട് നിലവില്. നമുക്ക് ഇപ്പോ കാസർഗോഡ് ടു തിരുവനന്തപുരം ഡെലിവറി കൊടുക്കാം. അത് നമ്മൾ റേറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ ഫ്രീ ഡെലിവറി എന്നൊരു ഓപ്ഷൻ അല്ല കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നല്ലെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നോർമലി ആ രീതി കൊടുക്കും. ഡെലിവറി വേണമെന്ന് പറയാൻ ഡെലിവറി ചാർജ് വരും. നമ്മളല്ല നിലവിൽ നമുക്ക് സ്റ്റാഫിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡെലിവറി ഓപ്ഷൻ ഉണ്ടെന്ന് പറയാൻ പുറത്തുനിന്ന് ആൾ വന്നും ചെയ്ത് അവന്റെ ചാർജ് എന്താണെന്ന് വെച്ചാൽ അത് അവർ പറഞ്ഞ ചാർജാണ് നമ്മൾ നോർമലി. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ആൾക്കാരുണ്ട്, പൈമാരെ കൊടുത്തു വിശ്വസിച്ചോട് കൊടുത്തു. പക്ഷെ എങ്ങനെ വന്നാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡെലിവറി ഓപ്ഷൻ നോക്കിയാലും നിങ്ങൾ വന്ന് കണ്ട് വണ്ടി വന്ന് കണ്ടതിന് ശേഷം മാത്രം തൃപ്തിപ്പെട്ടതിന് ശേഷം എടുക്കുക. അത് സൽമാൻ ബ്രോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അത് നമുക്ക് ഈ വണ്ടി എല്ലാം പെട്ടെന്ന് വിട്ടി എടുത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കളക്ഷൻസ് ചേഞ്ച് ചെയ്യും, കുറെ കളക്ഷൻസ് വരാനുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത് നോക്കണ്ട, നിങ്ങൾ ഏത് വണ്ടിക്ക് വിളിച്ചാലും നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടി ആയിക്കോട്ടെ, മൈലേജ് വണ്ടിയാ, സാധാ വണ്ടി, ഇപ്പൊ കാണാത്ത വണ്ടിയാണെങ്കിൽ നമ്മളെ സഹോദര സ്ഥാപനത്തിൽ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഇതിനകത്ത് മിഡ് പ്രീമിയം കാറ്റഗറി ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഫസ്റ്റ് വീഡിയോ ആണ് ആളതും പറഞ്ഞത്. അതിന്റെ ആള് വലിയ ചോദ്യങ്ങൾ വെക്കരുന്നു. അപ്പൊ കൂടുതൽ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാനല്ല സംസാരിച്ചിരിക്കുന്നത്, പുള്ളിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തേക്കായിരുന്നു. അല്ല, നമ്മള് റീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടല്ല നമ്മളിപ്പോ കുറെ ആയിട്ട് ചെയ്യാത്തതിന്റെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. സൽമാന്റെ ഒപ്പം RD ബൈക്സിനൊപ്പം എറണാകുളം ജില്ലയിൽ നിന്ന് കളമശ്ശേരിയിൽ ബൈ കൊടുത്തേക്ക്.